ഹായ് ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് എക്സ്ട്രാ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പെരിന്തൽമണ്ണയുള്ള ഈ മെറൈൻ എക്സ്പോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് ഈ വീഡിയോ കൊണ്ട് വിചാരിക്കുന്നത് കേട്ടോ. സോ ഇതാണ് ഈ ഒരു മെറൈൻ എക്സ്പോൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ സീനറിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എൻട്രൻസ് ആണെങ്കിലും അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇമേജാണെന്നുണ്ടെങ്കിൽ ഉറക്കെണീച്ച് അങ്ങ് ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റേതായ ഒരു അന്താളിപ്പാണ് നമ്മൾ കാണുന്നത്. പിന്നെ ചുറ്റും ലൈറ്റും കാര്യങ്ങളും വെച്ച് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അട്രാക്റ്റീവാണ്. എന്തായാലും എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, എല്ലാ രീതിയിലും അതിൻ്റേതായ ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതിൽ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലൊരു എൻട്രൻസിലോട്ടാണ് പോകുന്നത്. അവിടെയും ഇതേപോലെ ഒരുപാട് പിക്ചേഴ്സും അക്വാട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, പ്ലസ് പ്ലാന്റ്സും വെച്ചിട്ട് കേട്ടോ. അത് നല്ല അട്രാക്റ്റീവ് ആയിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഫിഷിൻ്റെ ആ ഒരു ഇതിലോട്ട് എക്സ്പോയിലോട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ ചാവക്കാട് നമ്മൾ പോയിട്ടുള്ളൊരു വ്ളോഗ്. അതിലുള്ള പോലെ തന്നെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നേരെ നമ്മുടെ ഈ ഫിഷിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടാണ് പോകുന്നത് കേട്ടോ. അത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫിഷിൻ്റെ പേരും കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും കൊള്ളായിരുന്നു കേട്ടോ. നമ്മൾ ചാവക്കാടുള്ള വ്ളോഗ് കണ്ടിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ചുള്ള പോലെ തോന്നും, പക്ഷെ എന്നാലും ഉള്ളത് നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഫിഷിൻ്റെ കളക്ഷൻസും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പം അപ്പുറത്തുള്ളത് കാണാം, അപ്പുറത്ത് നോക്കുമ്പോൾ ഇവിടെ ഉള്ളത് കാണാം. അങ്ങനെ ഒരു നല്ല ട്രാൻസ്പെറൻസി ഉണ്ട്. പിന്നെ ചില ഫിഷസ് എക്സ്ട്രാ അടിപൊളിയാണ് കേട്ടോ, നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ എക്സ്ട്രാ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര എടുത്ത് കാണിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയത് എല്ലാ സൈസിലുള്ള ഫിഷസും ഉണ്ട്. അതായത് ഭയങ്കര ചെറിയ ഫിഷസ് മുതൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫിഷസ് വരെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് സംഭവം. പിന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് എന്തായാലും, സൈസിലായാലും അതുപോലെ തന്നെ വെറൈറ്റിയിലായാലും. പിന്നെ പറഞ്ഞ പോലെ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഏറ്റവും ചെറിയ ഫിഷസ് മുതൽ നല്ല വലിയ ഫിഷസും ഉണ്ട്. പിന്നെ അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ റോയിലാക്കി അറേഞ്ച് ചെയ്തിരിക്കുന്നതും നന്നായിട്ടുണ്ട്. പിന്നെ ഇതാണ് മറ്റേ ടണൽ, അണ്ടർ വാട്ടർ ടണൽ പോലെ. പക്ഷേ ഇതും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചാവക്കാട് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാവും കുറച്ചുകൂടി വലിയ ഇതാണ്. ഇത് കുറച്ചുകൂടി ചെറുതാണ്, പക്ഷെ എന്നാലും നന്നായിരുന്നു. ഫിഷസൊക്കെ ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു, അതെന്താണെന്നറിയില്ല കേട്ടോ. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിലും അതെ, നമ്മൾ ഈ സീലൊക്കെ കാണാറുള്ളത് പോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് ഒരു ടണൽ ഈ ഒരു സെറ്റപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ നന്നായിട്ട് തോന്നി. അത്യാവശ്യം നമുക്ക് പെരുമാറാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ കേട്ടോ. നമുക്ക് ശരിക്കും അങ്ങനെ തോന്നും, നമുക്ക് എല്ലാ ഡിറക്ഷനിലും ഫിഷസ് ഇങ്ങനെ നിൽക്കുന്നത് നല്ലൊരു ആംബിയൻസ് തന്നെ ആയിരുന്നു.
പിന്നുണ്ടല്ലോ എനിക്കും ഒരുവിധം അവിടെ വന്നവർക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു ഈ ഒരു സെക്ഷനിൽ. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ഭയങ്കര രസമല്ലേ. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള ഒരു ടൈപ്പ് ഫിഷസ് അതിങ്ങനെ കൂടി നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ. പിന്നെ ഇതും നല്ല രസമാണ്. സൈസ് ഒരേ തരത്തിൽ കളർ മാറിയിട്ടൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഒരു മത്സ്യകന്യക ആയിട്ട് ഉള്ള ഒരു സെക്ഷനും കൂടി ഉണ്ടായിരുന്നു. ഇവിടുന്ന് തൊട്ടപ്പുറത്തായിട്ട് അവർ മുകളിൽ ചെന്നിട്ടാണ് ബ്രീത്ത് ചെയ്തിട്ട് പിന്നെ താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. ആ ഒരു ബ്രീത്തിങ്ങിൻ്റെ സെറ്റപ്പ് ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യം ഇങ്ങനെ ആളുകൾ കാണുന്നുണ്ടായിരുന്നു, നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കണ്ടിട്ട് നമ്മളോട് ഹായ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ നെക്സ്റ്റ് സെഷൻ വരുന്നത് എക്സിബിഷൻ പോലെ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന രീതിയിൽ. അവിടെയും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഡിഫറെൻ്റ് ബുക്സ് അങ്ങനെ തുടങ്ങി ഒരുവിധം ഏകദേശം ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കാറ്റഗറീസിലുള്ളതും ഉള്ളതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ മിഠായികൾ, ഈ ഒരു മിഠായിക്ക് കണ്ടുണ്ട്, ഈ ഗോൾഡ് കോയിൻ്റെയൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അതുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടതും കാണാത്തതായിട്ടുള്ള ഒരുപാട് സ്വീറ്റ്സ് കാണാൻ പറ്റിയിട്ടോ. ചിലതിങ്ങനെ പാരൻസ് പറയുന്നു അവർ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹൽവ അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഗേൾസ് ഐറ്റംസ് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ട്യൂടെക്സ് അങ്ങനത്തെ സാധനങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സായിട്ടും പിന്നെ മാല, വള, അങ്ങനെ നല്ല കളക്ഷൻസ് നല്ല ഉണ്ടായിരുന്നു. വില എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല. കളക്ഷൻ കണ്ടപ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഒരുപാട് വെറൈറ്റീസുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് പൊട്ടൊക്കെ അല്ലേ, ഇതാ ഒരുപാട് പൊട്ട്, ഭയങ്കര വെറൈറ്റീസ്. എല്ലാവരും പറയുന്നുണ്ടായിരുന്നോടോ എന്ന് പറയും, ഇത്രയും വെറൈറ്റി അങ്ങനെ പൊതുവെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ. പിന്നെ നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ പേന അങ്ങനത്തതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഷേപ്പിലില്ലേ, പക്ഷേ ഞാൻ കാണാത്ത ഷേപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഓരോ ഷേപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടതുകൊണ്ട് പിന്നെ കാണാത്തതും കുറേ കണ്ടായിരുന്നു. പിന്നെ കുറേ പാത്രങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ട്. ഒരുവിധം നമ്മളിതിന് മുമ്പ് എക്സിബിഷൻസ് കവർ ചെയ്തിട്ടുണ്ട്, ഏകദേശം ആ സാധനങ്ങൾ തന്നെ. അതിന് പുറമെ കുറച്ചും കൂടി കളക്ഷൻ ഈ ഒരു എക്സിബിഷനിലുള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിലും ഒരേ കാര്യങ്ങളുടെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസും കളക്ഷൻസും ഉള്ള പോലെ തോന്നി. വിസ്ക് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമലായിട്ടുള്ള സാധനങ്ങൾ തന്നെ നല്ല കളക്ഷൻസിൽ കളർ ചേഞ്ചിൽ ഒക്കെ ഉള്ള പോലെ തോന്നിട്ടോ. പിന്നെ റേറ്റ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വല്ലാണ്ട് അങ്ങ് അറിയത്തില്ല, നോക്കണമായിരുന്നു. നമ്മളങ്ങനെ വല്ലാണ്ടൊന്നും ഷോപ്പ് ചെയ്തില്ല, അതുകൊണ്ട് അങ്ങനെ അറിയത്തില്ല. നമ്മൾ ഷോപ്പ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് വെജിറ്റബിൾ കട്ടറായിരുന്നു. പിന്നെ പോപ്കോൺസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പോപ്കോൺ കുഴപ്പമില്ല, ഒരു ഫ്ലേവർ കുഴപ്പമില്ല, ഒരു ഫ്ലേവർ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഗ്ലാസസ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ രീതിയിലൊക്കെ കപ്സും കാര്യങ്ങളൊക്കെ നല്ല മോഡലൊക്കെ ഉണ്ട്. പിന്നെ ഫോൺ കവറ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ വെജിറ്റബിൾ കട്ടർ. ഇത് നമ്മൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. യൂസ്ഫുള്ളാണ്, പക്ഷേ അങ്ങനെ സോഫ്റ്റായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ ഒന്നും കൂടി യൂസ്ഫുള്ളാണ് കേട്ടോ. നല്ലതായിരുന്നു. ഒരെണ്ണം ഞങ്ങൾ വാങ്ങിയായിരുന്നു, യൂസ് ചെയ്തിട്ടും അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഇതേപോലെ തന്നെ 2-3 ഷോപ്പ് നമ്മളുടെ ഗേൾസ് ഐറ്റംസ് ആയിട്ടുണ്ട്. പിന്നെ പഴയ സ്വീറ്റ്സ്, മുട്ടായിസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഒരുവിധം നല്ല എക്സിബിഷൻ സൈഡ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള സൈഡായിരുന്നു കേട്ടോ. പിന്നെ തേർഡ് സെഷനിൽ നമ്മളുടെ റൈഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് കഴിക്കാനുള്ള ബജ്ജി, കോളിഫ്ലവർ ഫ്രൈ അങ്ങനത്തെയൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം സ്റ്റാൾ അങ്ങനത്തെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് റൈഡ് വരുന്നത്. നമ്മൾ ഇപ്രാവശ്യം റൈഡിലൊന്നും കയറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു എടുത്തിരുന്നു, അതിൽ ഭയങ്കര ഷൗട്ട് ചെയ്ത് ആകെ ഇതായി. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓവർ വ്യൂ എന്ന് പറയുന്നത്. റൈഡ്സും കാര്യങ്ങളും ഉള്ള സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ റൈഡ് ജസ്റ്റ് കണ്ടേ ഉള്ളൂ, ഒന്നിലും കയറിയില്ല. പിന്നെ ബേബി ഉള്ളതുകൊണ്ട് തീരെയും കയറിയില്ല. പക്ഷെ നന്നായിരുന്നു. ഈ ഒരു റൈഡാണ് പൊതുവെ കാണാത്ത ഒരു റൈഡായിട്ട് തോന്നിയത് കേട്ടോ. അതിങ്ങനെ താഴ്ന്ന ആൾക്കാരെ കയറ്റി പിന്നെ മേലെ പോയി അവിടെ അങ്ങനെ നിന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കറങ്ങാൻ തുടങ്ങിയത്. അത്യാവശ്യം നല്ലൊരു റൈഡായിട്ട് ഇത് തോന്നി കേട്ടോ. ബാക്കിയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈഡ്സും ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞാലും നമ്മൾ നോർമലി എല്ലായിടത്തും കാണുന്നതാണ്. മേസൊക്കെ അതിൻ്റെ ആ കളറിക്ക് തന്നെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. അത് കുറേ നേരം ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല റൈഡ്സ് ആയിരുന്നു. റൈഡ്സൊക്കെ എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കൂ കേട്ടോ എന്തായാലും. സോ അത്രയാണ് നമ്മളുടെ ഈ ഒരു മറൈൻ എക്സ്പോയിൽ നമ്മൾ കണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്ങ് എക്സിറ്റ് അടിച്ച്. സോ അത്യാവശ്യം കൊള്ളാം, വൃത്തിയായിട്ടുള്ളതാണ്. എന്തായാലും ഒന്ന് പോയി നോക്കാൻ സജസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഫുഡ് അതിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഉള്ള ഒരു അൽ ദുവ എന്ന് പറയുന്ന ഹോട്ടലിലാണ് കേട്ടോ പോയത്. റെസ്റ്റോറൻറ്റിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം അത്രയും അടിപൊളി ഫുഡായിരുന്നു, നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒപ്പം നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ഫുഡിൻ്റെ ടേസ്റ്റും അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും മറൈൻ എക്സ്പോ കാണാൻ പോകുമ്പോഴും അല്ലാതെയൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു ഹോട്ടലിൽ എന്തായാലും കയറി നോക്കാം കേട്ടോ. വൃത്തിയായിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും പിന്നെ നല്ല വെറൈറ്റി ഫുഡുണ്ടായിരുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.